ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷനറി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ റേഷൻ അരിയും അതേപോലെ തന്നെ നമ്മൾ ചിക്കന് നല്ല മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് റേഷനറി ബിരിയാണി ഉണ്ടാക്കി നോക്കാം ഗൈസ്. അങ്ങനത്തെ നമ്മൾ അടുപ്പത്തേക്ക് ചൂടാവാൻ വേണ്ടി ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റായി വരുമ്പം കറുകാപ്പട്ട അതേപോലെ തന്നെ പൂവ്, ഏലക്കായ് ഇതൊക്കെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ പോയിട്ട് റേഷനരി കഴുകട്ടെ. ഞാനെല്ലാം ഉമ്മച്ചി അപ്പോഴത്തേന് നമ്മളെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചി തന്നെ. അതിൻ്റെ ഇടയ്ക്ക് സുന്ദരി പോയിട്ട് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴത്തേന് നമ്മളെ ചോറൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് സെറ്റാക്കിയെടുക്കാം. ഓക്കെ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മളെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ സുന്ദരി അപ്പുറത്തുനിന്ന് സവാള കട്ട് ചെയ്യുന്നുണ്ട്. അച്ചു ആണെങ്കിൽ ഇവിടെ അതാ തക്കാളി കട്ട് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉമ്മമാരെയൊക്കെ സമ്മതിക്കണല്ലേ ഗൈസ്. ഒരു സമയം തന്നെ എന്തോരം മാത്രം പണിയോ ചെയ്യുന്നത് ഒന്ന് ആലോചിക്കാം. തക്കാളി, കരിവേപ്പിൻ്റെ ഇല, പുതിന, മല്ലിച്ചപ്പ്, ഇഞ്ചി അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകൊന്ന് ചതച്ചെടുക്കണം. മുളക് ചതച്ചെടുക്കാണ്ട് എൻ്റെ അച്ഛനൊക്കെ ഉള്ളി മുറിച്ചിട്ടിട്ട് അവൻ്റെ കണ്ടോ ഗൈസ്. ഇനി നമ്മൾ ഈ മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്ത അതേ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ സവാളത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടണമല്ലോ. ആ ഒരു സമയപ്പോൾ തന്നെ അച്ചുമോൻ ഇതാ നമ്മളെ തൈരൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതാ ഇവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും പുതിന അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്കൂട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കനൊക്കെ എടുത്ത് സെറ്റാക്കി മസാല ആയി എടുത്തതാട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെന്ത റൈസ് ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാണ് ഗൈസ് പാവപ്പെട്ടവരുടെ ബിരിയാണി അല്ലേ മാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനി സെറ്റ് ചെയ്തിട്ട് ദമ്മ് ഇടാത്ത ബിരിയാണി അതന്നെ കൂട്ടിച്ചേർത്ത് ഇളക്കിയെടുക്കുന്ന ബിരിയാണി. ഓക്കെ, ഈ മസാല ആണ് ഗൈസ് ഈ ചോറിലേക്ക് പിടിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. ഒരു പ്രത്യേക ലെവൽ. ഞങ്ങൾ ഇന്ന് രാവിലെ വരെ തിന്നതാണ് ചോറ ഗൈസ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കുളിച്ച് നിസ്കരിച്ചൊക്കെ വന്ന് ആ ഒരു സമയമായപ്പോഴാണ് കേട്ടോ ഞാൻ സ്കൂളിട്ട് വരുന്നത്. ഇവരെല്ലാവരും കുളിച്ച് ഞാൻ കുളിക്കാതെ തന്നെ തിന്നത് ഗൈസ്. അത്രക്കും വയ്യ. ഞാൻ സ്കൂളിലേക്ക് ഫുഡൊന്നും കൊണ്ടുപോയിട്ടില്ല. ഇന്നും 12 വരെ ആയിരുന്നു കേട്ടോ ക്ലാസ്. ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചോറൊക്കെ വിളമ്പാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടോടെ തിന്നപ്പോൾ എൻ്റെ പൊന്നിടാവേ ഒന്നും പറയാനില്ല. അത്രക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അച്ചു തിന്നോക്കി ഒന്നും പറയാനില്ല, സൂപ്പർ എന്ന് പറഞ്ഞ്. ആ തൈരും അടിപൊളി കേട്ടോ. അപ്പോഴേ ഓൻ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് എല്ലാത്തിനും ഇങ്ങനെ സഹായിച്ച് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓനിങ്ങനെ സൂപ്പറൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പൂച്ചക്ക് വെച്ചെടുത്തിട്ടോ. എനിക്ക് ആൾ കുറച്ച് താമസമാണെന്നുണ്ടെങ്കിലും തിന്നാൻ അടിപൊളിയായിരുന്നു. തിന്ന് തുടങ്ങിയപ്പോൾ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം പൂച്ച വിട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സുന്ദരിയാണല്ലോ ഇത് എല്ലാം തുടങ്ങി വെച്ചത്. വീഡിയോ എടുത്ത് തുടങ്ങിയതൊക്കെ ഓളാണ്. അപ്പോൾ ഓൾ തിന്നുന്നത് കാണിച്ചില്ലേ മോശമാണ് ഗൈസ്. അങ്ങനെ ഓൾ തന്ന് കാണിച്ച് ഓൾ പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓൾ അത്രക്കും ആഗ്രഹിച്ച് ഉമ്മച്ചിനോ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ വെച്ച് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.